Hi everyone, welcome to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CMA യൂസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽ ഏതെന്നാണ്. നമുക്കറിയാം CMA എക്സാമിന് IMA സ്പെസിഫിക് ആയിട്ടൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോക്ക്, വൈലി, ഗ്ലൈം, ബെക്കർ, സർജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് ഈ ബുക്ക് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടെക്സ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ മീൻസ് ഒരു വെബ്സൈറ്റ് പോലെയാണ്. നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് CMA റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ പ്രാക്ടീസ് എക്സാംസ് എടുക്കാൻ സാധിക്കും. സോ ഇതിൽ ഏത് മെറ്റീരിയലാണ് ഏറ്റവും മികച്ചത്? നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് പാസ് ആവാൻ എളുപ്പം? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ എക്സ്പീരിയൻസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് മെറ്റീരിയൽസ് സൂപ്പർ ആണെന്ന് തോന്നാം. സോ ഇറ്റ്സ് ഓൾ സബ്ജക്റ്റീവ് ആണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ മെറ്റീരിയൽസ്. നമ്മൾ ഓരോ മെറ്റീരിയൽസ് എടുത്താലും ഇപ്പോൾ ഹോക്ക്, വൈലി, ഗ്ലൈം, ബെക്കർ, സർജിൻ, ഇതല്ലാതെയും വേറെയും മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ഇതായതുകൊണ്ടാണ് ഇതിൻ്റെ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ മെറ്റീരിയൽസിനൊക്കെ കുറേയധികം സാമ്യതകളുണ്ട്, എന്നാൽ കുറേയധികം ഡിഫറൻസുകളുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മിനിമം 2 മെറ്റീരിയൽസ് എങ്കിലും പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഹോക്ക്, വൈലി അല്ലെങ്കിൽ ഗ്ലൈം, ബെക്കർ ഇങ്ങനെ ഏതെങ്കിലും ഒരു 2 മെറ്റീരിയൽസ് എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകും. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. തീർച്ചയാണ് ഈ ഒരു മെറ്റീരിയൽസിനൊക്കെ കോസ്റ്റാണ്. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കിട്ടും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പലപ്പോഴും ടെലഗ്രാം വഴിയോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതോ PDF ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടുന്നതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയായാലും മിനിമം ഒരു 2 സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് എങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കണമെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് എക്സാമിന് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും നോക്കാം. ഹോക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഹോക്ക് എന്ന് പറയുന്നത്. സോ ഹോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള മറ്റ് മെറ്റീരിയൽസിൽ നിന്നും ഹോക്കിനെ വ്യത്യസ്തമാക്കുന്നത് ദ ലെവൽ ഓഫ് കോണ്ടന്റ് ആണ്. ഇഷ്ടം പോലെ കോണ്ടന്റ് ഉള്ളൊരു മെറ്റീരിയലാണ് ഹോക്ക് എന്ന് പറയുന്നത്. ഹോക്കിൽ നിങ്ങൾക്ക് ഒരു ബേസ് ലെവലിൽ നിന്ന് തന്നെ ഒന്നേന്ന് നമ്മൾ ആദ്യാക്ഷരം കുറിക്കാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവലിൽ നിന്ന് പഠിച്ച് ഒരു പ്രോ ലെവലിലേക്ക് എത്താനുള്ള അത്രയും നോളജും കോണ്ടന്റും അടങ്ങിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഹോക്കിൻ്റേത്. സത്യം പറഞ്ഞാൽ ഹോക്കിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കും വേറെ ഇല്ല എന്ന് പറയാം. എന്നാൽ ഇത്രയധികം കോണ്ടന്റ് ഉള്ളത് വലിയൊരു ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ ഇവൻ ദോ ഹോക്കിൽ കോണ്ടന്റ് ഒത്തിരി ഉണ്ടെങ്കിലും അത് ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. നമുക്കറിയാം CMA എക്സാമിനെ സംബന്ധിച്ച് ഹാർഡ് വർക്കിനേക്കാൾ കുറച്ചുകൂടെ സ്മാർട്ട് വർക്കാണ് നമുക്ക് ആവശ്യം. സോ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഈ പുസ്തകം മുഴുവൻ ഇരുന്ന് വായിക്കുക എന്നൊന്നും പറയുന്നത് അത്ര പോസിബിൾ അല്ല. ശരിയാണ്, റെഫർ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ റെഫർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കണം. ഡൗട്ട്സ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് വേണം ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ. ബേസിക് ആയിട്ട് ടെക്സ്റ്റിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് വേണം സോഫ്റ്റ്വെയർ ചെയ്യാനെന്നുള്ളതും ഫാക്റ്റാണ്. പക്ഷേ എന്ന് കരുതി ടെക്സ്റ്റ് മാത്രം വായിച്ച് ടെസ്റ്റിലെ കാര്യങ്ങൾ മൊത്തം കാണാതെ പഠിച്ച് അങ്ങനെ പോയി എഴുതിയാലും എക്സാം പാസ്സാവില്ല. സോ ടെക്സ്റ്റിൻ്റെ കോണ്ടന്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഹോക്ക് തന്നെയാണ് ഏറ്റവും മികച്ചത്. ബാക്കിയുള്ള മെറ്റീരിയൽസ് എന്തുകൊണ്ട് അത്രയും കോണ്ടന്റ് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡേഴ്സ് എല്ലാം ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആണ്. കാരണം നോർമലി +2 കഴിഞ്ഞ് വരുന്നവർക്കും CMA പഠിക്കാമെങ്കിലും മെജോറിറ്റി ആൾക്കാരും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് CMA പോലുള്ള കോഴ്സുകൾ ചെയ്യുന്നത്. സോ അവർക്ക് അത്യാവശ്യം ഒരു നോളജ് പല കാര്യങ്ങളിലും ഉണ്ട് എന്നാണ് ഗ്ലൈം ആണെങ്കിലും ബെക്കർ ആണെങ്കിലും മറ്റ് മെറ്റീരിയൽസ് പ്രൊവൈഡേഴ്സ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവർ ഭയങ്കര തറവായിട്ടോ ഇൻഡെപ്ത് ആയിട്ടോ ഒന്നും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മറിച്ച് ഒരു ബേസ് ലെവലിൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നോളജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കോണ്ടന്റിൻ്റെ അളവ് കുറവായിരിക്കും. കുറച്ചുകൂടെ സിമ്പിളായിട്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവുക. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള അനാലിസിസോ കാര്യങ്ങളൊന്നും തന്നെ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. സോ ടെക്സ്റ്റ് വായിക്കാൻ എളുപ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈലി ടെസ്റ്റ് ആയിരിക്കും ഏറ്റവും എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ലാതെ തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് വൈലിയുടേത്. ആണെങ്കിലും ബെക്കർ ആണെങ്കിലും അത് തന്നെയാണ്. ഒരുപാട് കോണ്ടന്റ്സ് അതിപ്രസരമായിട്ട് കൊടുത്തിട്ടില്ല, എല്ലാം ചുരുക്കിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഹോക്കിൻ്റെ അഡ്വാൻറ്റേജ് അവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോക്കിൻ്റെ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചിട്ട് ഹോക്കിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹോക്കിൻ്റെ ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് ഹോക്കിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ ഗ്ലൈം, ബെക്കർ, വൈലി ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ക്വസ്റ്റ്യൻസിലൂടെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം അത് റെഫർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ സാധനം ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചിട്ടായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഗൂഗിൾ ചെയ്യേണ്ടി വരും. ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്
ഏറ്റവും ബെസ്റ്റ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹോക്ക് തന്നെയാണ്. ഹോക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ടാം സ്ഥാനത്തേക്ക് വൈലിയും ഗ്ലൈമും തമ്മിലാണ് ടോപ്പ് കോമ്പറ്റീഷൻ ഉള്ളത്. അതിൽ ഞാൻ ഗ്ലൈം ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈമിൽ കോണ്ടന്റ് കുറവാണെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി വൈലിനെ അപേക്ഷിച്ച് കുറവാണ്. കാരണം വൈലിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് പൊതുവെ. പക്ഷേ വൈലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ റെപ്പറ്റേറ്റീവ് ആണ്. അതായത് ഒരു ഫോർമാറ്റിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതേ ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെയും വരുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി അത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മടുപ്പാവും. കാരണം ഒരേ റിപ്പറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ. സോ ഗ്ലൈമിനെ സംബന്ധിച്ച് ആ റെപ്പറ്റീഷൻ ഇല്ല. കറക്റ്റ് കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ഒരേ ബേസിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ വരാറുള്ളൂ. അതിൽ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല. മൂന്നാം സ്ഥാനത്തേക്ക് വൈലിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. നാലാം സ്ഥാനത്താണ് ബെക്കർ എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നത്. ബെക്കറിന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ച്വലി CPAക്ക് ഏറ്റവും മികച്ച ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബെക്കർ എന്നുള്ളത്. പക്ഷേ CMA US അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അവർ ഇരിക്കുന്നത് 2021 മറ്റോ ആണ് ബെക്കർ സ്റ്റാർട്ട് ആവുന്നത്. CMA USന് CPAക്ക് അതിന് മുന്നേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും അത്ര പൂർണ്ണമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സിലബസിൽ ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ ബെക്കർ മെറ്റീരിയൽ മാത്രം കണ്ടിട്ടുണ്ട്. അതായത് ഹോക്കിലോ ഗ്ലൈമിലോ വൈലിലോ ഒന്നുമില്ലാത്ത ചില സർട്ടൺ ക്വസ്റ്റ്യൻസ് ഞാൻ ബെക്കറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും CMA സിലബസിൽ നിലവിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് പഠിക്കേണ്ടതാണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കുറവ് തീർച്ചയായിട്ടും ബെക്കർ എന്ന് പറയുന്ന മെറ്റീരിയലിനുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുമ്പോൾ റാങ്ക് ചെയ്തിട്ടുണ്ട്. ഹോക്കാണ് നമ്പർ 1 ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇവൻ ദോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം അത് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. അത്യാവശ്യം ഒന്ന് വായിച്ച് വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഓവറായിട്ട് ടെക്സ്റ്റ് വായിച്ച് സമയം കളയരുത്. മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. സോ ഫസ്റ്റ് ഞാൻ ഹോക്കിന് കൊടുക്കുന്നു, രണ്ടാം സ്ഥാനം ഞാൻ ഗ്ലൈമിന് കൊടുക്കുന്നു, മൂന്നാം സ്ഥാനം വൈലിക്കാണ് കൊടുക്കുന്നത്, നാലാമത് ബെക്കർ, പിന്നീട് സർജൻറ്റ് പോലുള്ള മെറ്റീരിയൽസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സർജൻറ്റിൻ്റെ മെറ്റീരിയലും ആക്ച്വലി തരക്കേടില്ലാത്ത മെറ്റീരിയൽസ് തന്നെയാണ്. ബട്ട് നമ്മുടെ നാട്ടിൽ അധികം അവൈലബിൾ അല്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഒരു CMA US സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു മെറ്റീരിയൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല കോസ്റ്റാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി കിട്ടുമ്പോഴാണ് നമുക്കൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിനാണ് ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയലും കിട്ടുന്നത്. സോ സർജൻറ്റ് നിലവിൽ അത്രയും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിനകത്ത് കാര്യമായിട്ട് അതിനെപ്പറ്റി പ്രതിപാദിക്കരുത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിന് പോകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും രണ്ട് ഹോക്കോ വൈലിയോ ഹോക്കോ ഗ്ലൈമോ അല്ലെങ്കിൽ ബെക്കറും ഗ്ലൈമോ അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ട് മെറ്റീരിയൽസെങ്കിലും കംപ്ലീറ്റ്ലി ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യുക. അത്രത്തോളം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.